GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോതമംഗലത്തെ അനധികൃത പണമിടപാടുകാർക്കെതിരെയുള്ള പോലീസിന്റെ നടപടി തുടരുന്നു. ഒരാൾ കൂടി അറസ്റ്റിൽ. ഇതുവരെ അറസ്റ്റിലായത് 9 പേർ. പ്രമുഖ സ്ഥാപനത്തിനെതിരെയുള്ള കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം. കോഴിപ്പിള്ളി പള്ളത്തുപടി റോഡിലൂടെയുള്ള യാത്ര കടുത്ത ദുരിതം. നിർമ്മാണോദ്ഘാടനം നടത്തിയ റോഡിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിക്കാൻ ഏറെ വൈകും. കീരമ്പാറയിൽ റബ്ബർ ഷീറ്റ് മോഷണം പതിവാക്കിയയാൾ അറസ്റ്റിൽ. പാലമറ്റം സ്വദേശി പൗലോസ് അറസ്റ്റിലായത് പലതവണ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട ശേഷം. പ്രതി റിമാൻഡിൽ. വാർത്തകൾ വിശദമായി. അനധികൃത പണമിടപാടുകാർക്കെതിരെയുള്ള പോലീസിന്റെ നടപടി തുടരുന്നു. കോതമംഗലത്ത് ഓപ്പറേഷൻ കുബേരയുടെ ഭാഗമായി ഇതുവരെ 9 പേർ അറസ്റ്റിലായി. ഇഞ്ചൂർ സ്വദേശി ശശിധരനാണ് ഏറ്റവും ഒടുവിൽ അനധികൃത പണമിടപാടിന്റെ പേരിൽ അറസ്റ്റിലായത്. 1.5 ലക്ഷത്തോളം രൂപയും വിവിധ രേഖകളും ശശിയിൽ നിന്നും പിടിച്ചെടുത്തു. കോതമംഗലം സ്റ്റേഷനിൽ ഓപ്പറേഷൻ കുബേരയിൽ 11 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു കേസിലെ പ്രതി നേരത്തെ മരിച്ചുപോയിരുന്നു. കുട്ടമ്പുഴ, ഊന്നുകൽ, പോത്താനിക്കാട് പോലീസ് സ്റ്റേഷനുകളിലെ കേസുകൾക്ക് പുറമെയാണിത്. അതേസമയം ഗോകുലം ചിട്ടിഫണ്ടിനെതിരെയുള്ള കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുന്നതായി ആരോപണമുയർന്നിട്ടുണ്ട്. ഇവരുടെ കോതമംഗലം ശാഖയിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ ഒപ്പിട്ട മുദ്രപത്രങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇങ്ങനെ മുദ്രപത്രങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണ്. മാനേജർക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. കണ്ടെടുത്ത മുദ്രപത്രങ്ങൾ ഇടപാടുകാരിൽ നിന്നും വാങ്ങിയതല്ലെന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. സ്ഥാപനത്തിലെ ജീവനക്കാരിൽ നിന്നും സുരക്ഷ ഉറപ്പാക്കാനായി വാങ്ങിച്ചതാണ് ഈ മുദ്രപത്രങ്ങൾ എന്നാണ് ഗോകുലത്തിൽ നിന്നും പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യം ശരിയാണോ എന്നാണ് ഇപ്പോൾ അന്വേഷിക്കുന്നതെന്ന് CI GD വിജയകുമാർ അറിയിച്ചു. അനധികൃത പണമിടപാടുകൾ നടത്തുന്ന വ്യക്തികൾക്കെതിരെ നടപടിയെടുക്കുന്ന പോലീസ് വൻകിട സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്ന പലിശക്കൊള്ള കണ്ടില്ലെന്ന് നടിക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. കീരമ്പാറ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ റബ്ബർ ഷീറ്റ് മോഷണം പതിവാക്കിയ യുവാവ് അറസ്റ്റിലായി. പാലമറ്റം പൈമറ്റം വീട്ടിൽ പൗലോസ് എന്ന സാന്റുവാണ് അറസ്റ്റിലായത്. 11 മാസം മുമ്പ് പാലമറ്റം ചുണ്ടാട്ട് ജോർജിന്റെ 150 കിലോ റബ്ബർ ഷീറ്റ് മോഷ്ടിച്ചത് സംബന്ധിച്ച പരാതിയിലാണ് അറസ്റ്റ്. ചോദ്യം ചെയ്തതിലാണ് മറ്റു മോഷണങ്ങൾ നടത്തിയിട്ടുള്ള കാര്യവും പ്രതി സമ്മതിച്ചത്. പുകപ്പുരകൾ കുത്തിത്തുറന്ന് റബ്ബർ മോഷ്ടിക്കുന്നതാണ് പൗലോസിന്റെ സ്ഥിരം ശൈലിയെന്ന് പോലീസ് പറഞ്ഞു. മോഷണത്തിന് പിന്നിൽ പൗലോസ് ആണെന്ന് വ്യക്തമായ സൂചന ലഭിച്ചതിനു ശേഷം പലതവണ പോലീസ് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. ഒരു തവണ പുഴയിൽ ചാടിയാണ് പൗലോസ് രക്ഷപ്പെട്ടത്. CI GD വിജയകുമാർ, SI സിബി മാത്യു, പോലീസുകാരായ സിജോ, ജോബി പി ചാക്കോ, ഷിബി കുര്യൻ, PV എൽദോസ് എന്നിവർ ചേർന്നാണ് പൗലോസിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിൽ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃക്കാരിയൂർ അറക്കൽ പുത്തമ്പുര സുമേഷ് 28 അറസ്റ്റിലായത്. 2 വർഷത്തോളമായി വിവാഹ വാഗ്ദാനം നൽകി സുമേഷ് പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് 30-കാരി പോലീസിന് പരാതി നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് അറസ്റ്റ്. കോഴിപ്പിള്ളി പാലം പള്ളിയം പള്ളത്തുപടി റോഡിലൂടെയുള്ള യാത്ര ജനങ്ങൾക്ക് ദുരിതമാകുന്നു. കുണ്ടും കുഴിയും നിറഞ്ഞുകിടക്കുന്ന റോഡാണിത്. ഏറെക്കാലമായി ഇതാണ് അവസ്ഥ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് റോഡിന്റെ പുനരുദ്ധാരണത്തിന് നിർമ്മാണോദ്ഘാടനം നടത്തിയതാണ്. എന്നാൽ കൊട്ടിഘോഷിച്ച് ചടങ്ങ് നടത്തിയതല്ലാതെ മറ്റൊരു കാര്യവും ഇവിടെ നടന്നില്ല. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിച്ചാണ് റോഡിന്റെ പുനരുദ്ധാരണം നടത്തുന്നത്. എന്നാൽ ഈ ഫണ്ട് ലഭ്യമായി പണികൾ ആരംഭിക്കണമെങ്കിൽ ഇനിയും ഏറെ നടപടിക്രമങ്ങൾ പൂർത്തിയാകേണ്ടതുണ്ടെന്നാണ് അറിയുന്നത്. ഒട്ടേറെ നടപടിക്രമങ്ങൾ അവശേഷിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നിർമ്മാണോദ്ഘാടനം നടത്തിയത്. ഇനി വരുന്ന മഴക്കാലത്തിന് ശേഷം മാത്രമേ റോഡിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുകയുള്ളൂ. ജനങ്ങളുടെ ദുരിതയാത്ര ഇനിയും ഏറെക്കാലം കൂടി തുടരുമെന്നാണ് സ്ഥിതി. വാരപ്പെട്ടി പഞ്ചായത്തിലെ മൈലൂർ, കക്കാട്ടൂർ, കാരാമ്പൂർ റോഡിന്റെയും അവസ്ഥ ഇതുതന്നെയാണ്. നിർമ്മാണോദ്ഘാടനം നടത്തിയതല്ലാതെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചിട്ടില്ല. കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കടുത്ത ഭരണപ്രതിസന്ധിയെന്ന് ആരോപണം. കൂറുമാറ്റത്തിന്റെ പേരിൽ 6 ഭരണസമിതി അംഗങ്ങളെ അയോഗ്യരാക്കിയ ശേഷം 1.5 വർഷമായി പകരക്കാരെ തെരഞ്ഞെടുത്തിട്ടില്ല. ഉപതെരഞ്ഞെടുപ്പ് നടത്തി ഭരണസമിതിയിലെ ഒഴിവ് നികത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് പ്രധാന പരാതി. മെമ്പർമാരില്ലാത്ത വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഗ്രാമസഭകൾ പോലും കൃത്യമായി ചേരാൻ കഴിയുന്നില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിലവിലുള്ള ഭരണസമിതിയുടെ പ്രവർത്തനവും കാര്യക്ഷമമല്ലെന്ന ആക്ഷേപം ശക്തമാണ്.
പക്ഷപാതപരമായ തീരുമാനങ്ങളാണ് ഭരണസമിതി കൈക്കൊള്ളുന്നത്. റിസോർട്ടുകളുടെയും പാറമടകളുടെയും ലൈസൻസ് പുതുക്കാനാണ് ഭരണസമിതിക്ക് താൽപര്യമെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. പഞ്ചായത്തിലെ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ പ്രക്ഷോഭം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കും. കേരള പോലീസിലെ വിജിലൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായ രാമല്ലൂർ മൂത്തേടത്ത് MK മത്തായി രചിച്ച പുസ്തകം പ്രതിസ്പന്ദനം പ്രകാശനം ചെയ്തു. കേരള പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ വച്ച് മന്ത്രി KC ജോസഫ് ADGP B സന്ധ്യയ്ക്ക് ആദ്യ കോപ്പി നൽകിയാണ് പ്രതിസ്പന്ദനം പ്രകാശനം ചെയ്തത്. സാമൂഹ്യ വിഷയങ്ങളിൽ ഊന്നിയുള്ള ലേഖനങ്ങളുടെ സമാഹാരമാണ് പ്രതിസ്പന്ദനത്തിന്റെ ഉള്ളടക്കം. പോലീസ് അസോസിയേഷന്റെ മുഖപത്രമായ കാവലിന്റെ എഡിറ്റോറിയൽ ബോർഡ് അംഗമാണ് MK മത്തായി. ഇടുക്കിയിൽ നിന്നും പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ 2ാം ഘട്ട സ്വീകരണം വ്യാഴാഴ്ച നടക്കും. കോതമംഗലം മുനിസിപ്പാലിറ്റിയിലെ പുതുപ്പാടി മേഖല ഒഴികെയുള്ള ഭാഗങ്ങളും പിണ്ടിമന, കീരമ്പാറ, കുട്ടമ്പുഴ എന്നീ പഞ്ചായത്തുകളിലുമാണ് ജോയ്സിന് വ്യാഴാഴ്ച സ്വീകരണം നൽകുന്നത്. മറ്റു പ്രദേശങ്ങളിൽ കഴിഞ്ഞയാഴ്ച സ്വീകരണം നൽകിയിരുന്നു. കോതമംഗലം YMCAയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രൊഫസർ PJ എബ്രഹാമാണ് പ്രസിഡന്റ്. പ്രൊഫസർ VK ജോർജിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കോതമംഗലം റൂറൽ സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ SSLC, +2 വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകും. ഇതിനായുള്ള അപേക്ഷകൾ ജൂൺ 10-നകം നൽകണമെന്ന് സെക്രട്ടറി അറിയിച്ചു. ചരമറിയിപ്പ്. ചേലാട് കള്ളാട് കല്ലുങ്കൽ പരേതനായ ജോർജ് വർഗീസിന്റെ ഭാര്യ ഷീല നിര്യാതയായി. 56 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1-ന് ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസാനിയ പള്ളിയിൽ. വാരപ്പെട്ടി ഇളങ്ങവം കാവുംപുറത്ത് പരേതനായ ആന്റണിയുടെ ഭാര്യ മറിയക്കുട്ടി നിര്യാതയായി. 91 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച കാരക്കുന്നം സെന്റ് മേരീസ് കത്തോലിക്ക പള്ളിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കോതമംഗലത്ത് അനധികൃത പണമിടപാടുകാർക്കെതിരെയുള്ള പോലീസിന്റെ നടപടി തുടരുന്നു. ഒരാൾ കൂടി അറസ്റ്റിൽ. ഇതുവരെ അറസ്റ്റിലായത് 9 പേർ. പ്രമുഖ സ്ഥാപനത്തിനെതിരെയുള്ള കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപണം. കോഴിപ്പിള്ളി പള്ളത്തുപടി റോഡിലൂടെയുള്ള യാത്ര കടുത്ത ദുരിതം. നിർമ്മാണോദ്ഘാടനം നടത്തിയ റോഡിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിക്കാൻ ഏറെ വൈകും. കീരമ്പാറയിൽ റബ്ബർ ഷീറ്റ് മോഷണം പതിവാക്കിയയാൾ അറസ്റ്റിൽ. പാലമറ്റം സ്വദേശി പൗലോസ് അറസ്റ്റിലായത് പലതവണ പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെട്ട ശേഷം. പ്രതി റിമാൻഡിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.